ആണ്. അതുള്ളത് വയനാട് ജില്ലയിലെ കബനി നദിയുടെ തീരത്താണ് ഗൈസ്. 3 ഐലൻഡുകളിലായി 950 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളിപ്പോ കുറുവ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാവോ കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന്? 44 നദികളാണ് ഉള്ളത്. അതിനകത്ത് 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിനകത്ത് ഒരു നദിയാണ് ഈ കബനി നദി. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കുറുവ ദ്വീപിന് കുറെ പ്രത്യേകതകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപൂർവ ഇനം സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളും പൂമ്പാറ്റകളും ഓർക്കിഡ് ചെടികളും നിറഞ്ഞൊരു ദ്വീപാണ് കുറുവ ദ്വീപ്. എല്ലാവർക്കും മനസ്സിലായല്ലോ കുറുവ ദ്വീപിന്റെ പ്രത്യേകതകൾ. ഈ ചേട്ടന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ചുറ്റും ഈ കന്യാദി കവർ ചെയ്തിട്ടു. അതിൻ്റെ ഉള്ളിൽ 7 അരുവികളുണ്ട്, 67 തുരുത്തുകളുണ്ട്, ചെറിയ ചെറിയ തുരുത്തുകൾ. പിന്നെ ഈ പുഴയിലാണെങ്കിൽ ചീങ്കണ്ണി അറിയാം, അലിഗേറ്റർ നാളെ നമ്മളിപ്പോ ബോട്ടിൽ ഇപ്പോ സേഫ് ആണ്. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അത് കാൽപാദങ്ങൾ കാണുന്നുണ്ട് അവിടെ. ഈ അങ്കിള് പറഞ്ഞത് ആനേന്റെ കാൽപ്പാടാണ്. അതുകൊണ്ട് അവിടെ ഈ മണ്ണിങ്ങനെ നിൽക്കുന്നത് ആ മരത്തിന്റെ ചവിട്ടില്. എന്തായാലും അത് ആന രാത്രി ഇറങ്ങിയതായിരിക്കും.
ഇപ്പോൾ ഒരു അലിഗേറ്ററിനെ സ്പോട്ട് ചെയ്തേക്കുവാണ്. കണ്ടോ? എന്നാ മൂത്ത സാധനല്ലേ. അലിഗേറ്റർ ആണ് അവിടെ. കണ്ടോ ഒരു പല്ല് പോലെ ആ ചെടീൻ്റെ അവിടെ കിടക്കുന്നത് കണ്ടോ? കിട്ടുന്ന സാധനം. എല്ലാരും പേടിച്ച് പതുക്കെ നോക്കിക്കോ, ശ്രദ്ധിച്ച്